വടക്കേ മലബാറിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് തെയ്യങ്ങൾ. ഓരോ തെയ്യാട്ടക്കാലവും വിവിധ പ്രായക്കാർക്ക് സമ്മാനിക്കുന്നത് ഭക്തിയുടെയും ആവേശത്തിന്റെയും ഒരേ അനുഭവമാണ്. ക്ഷേത്രങ്ങളിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളെ പുനരാവിഷ്കരിക്കുകയാണ് കണ്ണൂർ മാവിച്ചേരി ചീറുമക്കാവിലെ ഒരു കൂട്ടം കുട്ടികൾ. കടും ചായങ്ങളിൽ തീർക്കുന്ന മുഖത്തെഴുത്ത്, താളങ്ങൾക്ക് ഒപ്പമുള്ള കാൽ ചുവടുകൾ. തെയ്യങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും പഠിച്ചുമാണ് ഈ കൊച്ചു കലാകാരന്മാർ തെയ്യം കെട്ടിയാടുന്നത്. വേട്ടയ്ക്കൊരുമകൻ, വൈരാജ്വതൻ, വസൂരിമാല, വിഷ്ണുമൂർത്തി, കണ്ഠനാർക്കേളൻ, പുലിയൂർ കണ്ണൻ, നടുവാലി, മോന്തിക്കോലം എന്നിങ്ങനെ വിവിധ തെയ്യങ്ങളാണ് ഇവർ കെട്ടിയത്. ഇഷാൻ, ദേവനന്ദ, ഋഷാബ്, അർജുൻ, ശിവദ്, നവതേജ് എന്നിവരാണ് തെയ്യത്തെ അതിൻ്റെ മനോഹാരിത നഷ്ടമാകാതെ അവതരിപ്പിക്കുന്ന കൊച്ചു കലാകാരന്മാർ. തിരുമുടിയും ആഭരണങ്ങളും അണിഞ്ഞ തെയ്യങ്ങൾ ചെണ്ടയ്ക്ക് പകരം മരത്തടിയിൽ തീർക്കുന്ന വാദ്യത്തിനൊപ്പം തെയ്യം ഉറഞ്ഞു തുള്ളും. 2 വർഷമായി ഇവർ ഇത്തരത്തിൽ തെയ്യം കെട്ടുന്നു. പണ്ട് ഏട്ടന്മാരപ്പുറം കെട്ടി കളിക്കലുണ്ടായിന്. എന്നിട്ട് പിന്നെ ഇപ്പം തോന്നി കെട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ കെട്ടി. എന്നിട്ട് അമ്മ അതിന് വേണ്ട സാധനമെല്ലാക്കി കാർഡ്ബോർഡും മറ്റേ തുണിയും മരെല്ലാം വെച്ചിട്ട് കെട്ടുമ്പം ചിലതിനൊക്കെ നല്ല വിസിലുണ്ടാവും. അതെല്ലാം സഹിച്ചിട്ട് കെട്ടും. പിന്നെ മറ്റേ കാര്യങ്ങളെല്ലാം അമ്പലത്തിൽ പോയിട്ട് അവിടെ തെയ്യങ്ങളൊക്കെ ചെയ്തെന്ന് കണ്ടിട്ട് പഠിച്ച. പിന്നെ എൻ്റെ മുഖത്തേത്തെല്ലാം ചിലതെല്ലാം ഫോണിൽ നോക്കിയിട്ട് ചെയ്യും. പിന്നെ ഇത് കെട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കുകയും ചെയ്യും. ഒരാൾ അമ്മ വില്ലമുടി ക്ഷേത്രപാലകൻ, പിന്നെ വേട്ടക്കൊരുമകൻ, ബാലി, തൊണ്ടച്ചൻ, കണ്ടനാറുകളും പണ്ട് കെട്ടിനി. പിന്നെ വിഷ്ണുമൂർത്തി, പുതിയോതി, കുളിയൻ, വസൂരിമാല, പിന്നെ പുതിയോതി പുല്ലിയൂർക്കാണ്. തുണി, കാർഡ്ബോർഡ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് തെയ്യത്തിന്റെ മുടിയും ആഭരണങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. സമീപമുള്ള ക്ഷേത്രങ്ങളിൽ പോയി തെയ്യം കണ്ടാണ് ഇവർ തെയ്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിരിക്കുന്നത്. ചെറുപ്പം മുതലേ തെയ്യം കാണാൻ പോയിട്ട് അവർ മുഖത്ത് നിന്നെടുത്ത് പോയിട്ട് എല്ലാം ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും തെയ്യം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് എല്ലാം ശ്രദ്ധിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. അവർ മുഖത്ത് അത് കഴിയുന്ന വരെ. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇത് തുണി, പിന്നെ റീപ്പർ മരത്തിൻ്റെ, അത് കാർഡ്ബോർഡ്, അതെല്ലാം മരം, അതെല്ലാം കൊണ്ടാണ് നമ്മ ഇത്രയുള്ളൂ. കുട്ടികൾ തെയ്യം കെട്ടിയാടുന്നത് കണ്ടത് തൊട്ട് സമീപമുള്ളവരാണ് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ദിവസങ്ങൾക്കുള്ളിൽ വീഡിയോ വൈറലായി. കെട്ടാൻ തുടങ്ങിയാണ്. അപ്പോൾ അന്ന് മുതലേ കുറച്ച് നല്ല രീതിയിലാണ് ഒരാളെ ശ്രദ്ധിക്കുന്ന രീതിയിലാണ് കെട്ടാൻ തുടങ്ങി. പിന്നെ ഇവരെല്ലാ ഞായറാഴ്ചയും ഏകദേശം കെട്ടലുണ്ട്. ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയ ടൈമിൽ പിന്നെ ഇവർ നമ്മളോട് പറയും ഇന്നത്തെ വലിയ തെയ്യാ കെട്ടുന്നത്, അങ്ങനെയാണെങ്കിലും പറയും. പിന്നെ നമ്മളിവിടെ വന്ന് വീഡിയോ എടുക്കാണ്ട് പോലില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു തെയ്യം കളിച്ചിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായി. അങ്ങനെ ഇപ്പം കുറേ ആളെ അറിഞ്ഞത്. ഇതിന് മുന്നേ ഇവർ ഒരു കതുവന്നൂർ വരുന്ന കണ്ടനാർക്കാളം കെട്ടിയിട്ട് കുറച്ച് ആളെ അറിയുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ടായി. പിന്നെ ഇതിൽ മെയിൻ എന്ന് പറയുക വെച്ചാൽ നന്ദു എന്ന് പറഞ്ഞേക്കനാണ്. ഓനായി ഏറ്റവും മൊത്തത്തിൽ നോക്കി ചെയ്യുന്ന ഒരാൾ. എന്നിട്ട് പിന്നെ ഓൻ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഒരു 35K ഡെയിലി ഒരു 2K വെച്ചിട്ട് കയറുന്നുണ്ട്. അല്ല 2K അല്ല, ഇപ്പം ഇട്ടിട്ട് 3 ദിവസമായിട്ട് 3 ദിവസം കൊണ്ട് തന്നെ 35K ആയി. പിന്നെ എൻ്റെ കണ്ണൂർ അവരിട്ടിട്ടുണ്ട്, അവർ തന്നെ ഇപ്പോൾ 60Kൻ്റെ അടുത്തായി. ഇതിന് മുന്നേ ഇട്ട വീഡിയോ 100K കഴിഞ്ഞിട്ടുണ്ടായി. ഏട്ടനിട്ട് അവൻ്റെ പേരിലിട്ടിട്ടുണ്ടായി.
കുട്ടികൾ കെട്ടിയാടുന്ന തെയ്യത്തെ കാണാൻ സമീപമുള്ള വിവിധ പ്രായക്കാരും എത്തിച്ചേരും. പ്രത്യേകമായി ഒരുക്കിവെച്ച മരത്തണലിൽ എല്ലാ പ്രൗഢിയോടെയും തെയ്യം കെട്ടിയാടി ഈ തെയ്യാട്ടക്കാലം ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാക്കി മാറ്റുകയാണ് ഈ കുട്ടികൾ. വായിച്ച് കണ്ണടക്കാൻ വേണ്ടുണ്ട് എന്തടി വരവതേനെ പറ്റതേവല നമ്പരണം ഗുണം പറ്റുവതേ എല്ലാവർക്കും ഗുണം വരണം ഗുണം പറ്റുവതേ. സീൽ ന്യൂസ് ധർമ്മശാല.